ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഡ്രില്ലിംഗ് മെഷീൻസ് ആണ്. അപ്പം ഇതെല്ലാം ഡ്രില്ലിംഗ് മെഷീൻസ് ആണ്. അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മുടെ പർപ്പസിന് ഏത് ഡ്രില്ലിംഗ് മെഷീൻ ആണെന്ന് നമുക്ക് പലപ്പോഴും ഡൗട്ടുകൾ ഉണ്ടാവും. ഒരു വർക്കേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ഒരു പണിക്കാരനെ സംബന്ധിച്ച് അവർക്ക് ഡൗട്ട് കാണും. പക്ഷേ ഒരു ഡൊമസ്റ്റിക് കസ്റ്റമറിനെ സംബന്ധിച്ച് ഇതുപോലത്തെ ഡ്രില്ലിംഗ് മെഷീൻസ് സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒത്തിരി ഡൗട്ട്സ് കാണും. റോങ് മെഷീൻസ് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇതൊരു ബോഷിന്റെ റോട്ടറി ഡ്രില്ലാണ്. ഇപ്പോൾ ബോഷിന്റെ ആയിക്കോട്ടെ, വേറെ മക്കീറ്റി ആയിക്കോട്ടെ, വേറെ ഏത് ബ്രാൻഡിന്റെ എടുത്താലും ഓരോ ഡ്രില്ലിംഗ് മെഷീൻ ഓരോ പേര് കാണും. ഇത് റോട്ടറി ഡ്രില്ലാണ്. ഈ ഡ്രില്ലിംഗ് മെഷീൻ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് സ്ക്രൂ വർക്ക്, ഫാബ്രിക്കേഷൻ വർക്കേഴ്സ്, ചെറിയ മെറ്റലിൽ വുഡിലൊക്കെ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി, സ്ക്രൂ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ഡ്രില്ലിംഗ് മെഷീൻ. ഇത് നമ്മുടെ വീട്ടിലോട്ട്, നമ്മുടെ ഡൊമസ്റ്റിക് യൂസിന് ഇത് നമുക്ക് യൂസ് വരുന്ന ഒരു മെഷീൻ അല്ല. അപ്പോൾ ഇതിന്റെ ജസ്റ്റ് ഞാൻ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം, അതിന്റെ മെഷീൻ എങ്ങനെ ഇരിക്കുന്നു. പലപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സ് വീട്ടിൽ മെഷീൻസ് എടുക്കുമ്പം നോക്കുന്നത് ചെറിയ മെഷീൻ ആണല്ലോ, വളരെ ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. പക്ഷേ ഉള്ള പ്രോബ്ലം, ഇത് ബേസിക്കലി വരുന്നത് നോർമൽ നമ്മുടെ ഫാബ്രിക്കേഷൻ വർക്കേഴ്സിനൊക്കെ ഡ്രില്ല് ചെയ്യാൻ, ചെറിയ മെറ്റൽ ഡ്രില്ല് ചെയ്യുക, സ്ക്രൂ വർക്ക്, അങ്ങനത്തെ പർപ്പസ് നമ്മുടെ വീട്ടിലോട്ടും എടുക്കുന്നതെന്നല്ല. ഇത് വന്നിട്ട് ഓൺലി മെറ്റലിൽ നിങ്ങൾക്ക് സ്ക്രൂ പർപ്പസിന് വേണ്ടി മാത്രമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതുപോലത്തെ മെഷീൻസിലോട്ട് പോകുള്ളൂ. ഇത് വെയിറ്റും കുറവായിരിക്കും, വാട്ട്സും കുറവായിരിക്കും. ഇതിനകത്ത് വേറെ ഓപ്ഷൻസ് ഒന്നും കാണില്ല. ഫോർവേഡ്, റിവേഴ്സ്, സ്ക്രൂ ചെയ്യാനും അൺസ്ക്രൂ ചെയ്യാനും മെറ്റൽ ഡ്രില്ല് ചെയ്യാനുമായിട്ടാണ് ഇതുപോലത്തെ മെഷീൻസ് കൂടുതലും വരുന്നത്. ഇത് ഹാൻഡി ആയിരിക്കും. അപ്പോൾ വർക്കേഴ്സിനെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് ഇത്രയും ഹാൻഡി ആയിട്ടുള്ള മെഷീൻ അവർ ഷീറ്റ് ഫാബ്രിക്കേഷൻ വർക്കേഴ്സൊക്കെ അവർ ഹൈറ്റിലൊക്കെ നിന്നായിരിക്കും ഡ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒറ്റ ഹൈയിൽ നിന്ന് തന്നെ ഡ്രില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതുപോലത്തെ ഡ്രില്ലിംഗ് മെഷീൻ്റെ യൂസ്. അപ്പോൾ ഇതൊരു ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനാണ്. രണ്ടാമത്തെ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പാണ്. അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള ഇമ്പാക്ട് ഡ്രിൽ. നമ്മളെ വീട്ടിലോട്ട് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ നല്ലത് ഇമ്പാക്ട് ഡ്രില്ല്, ഒരു മീഡിയം റേഞ്ച്. അതിന്റെ ഹെവി ഡ്യൂട്ടി ഉണ്ട്, ഞാൻ അതിലോട്ട് വരാം. ഇമ്പാക്ട് ഡ്രില്ലിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡിൽ ഡ്രില്ല് ചെയ്യാൻ കാണും, മെറ്റലിൽ ഡ്രില്ല് ചെയ്യാൻ കാണും, വാളിൽ ഡ്രില്ല് ചെയ്യാൻ കാണും, സ്ക്രൂ പർപ്പസ് കാണും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് യൂസ് വരുന്നത് ഇതുപോലത്തെ ഡ്രില്ലിംഗ് മെഷീൻ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, ഒരു ഇമ്പാക്ട് ഡ്രിൽ എടുക്കുമ്പോൾ ഒരു 500 വാട്ട്സ് എങ്കിലും മിനിമം അതിന് കപ്പാസിറ്റി ഉള്ളതായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ 500 വാട്ട്സിന് താഴെയുള്ള ഇമ്പാക്ട് ഡ്രിൽ നമ്മുടെ മാർക്കറ്റിലുണ്ട്. പക്ഷേ അപ്പോൾ ഉള്ള പ്രോബ്ലം, അത് പ്രോപ്പറായിട്ട് ഡ്രില്ല് ചെയ്ത് നിങ്ങൾക്ക് പവറിൽ കയറത്തില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും കുറച്ചും കൂടി എഫേർട്ട് ഇടുക. നമ്മൾ ഏതായാലും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ കുറച്ച് പവർ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഈസി ആയിട്ട് നമ്മുടെ വർക്ക് കാര്യങ്ങൾ നടക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഡ്രില്ലിംഗ് മെഷീനിൽ ഇതിപ്പോൾ 600 വാട്ട്സിന്റെ ഡ്രില്ലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കമ്പനി ഒരു ഇത് തരുന്നുണ്ട്, സപ്പോർട്ടിങ് ഹാൻഡിൽ. അപ്പോൾ സപ്പോർട്ടിങ് ഹാൻഡിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ പിടിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു 600 വാട്ട്സിന്റെ ഡ്രില്ലിംഗ് മെഷീനാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നേരത്തെയുള്ള ഡ്രില്ലിംഗ് മെഷീനുമായിട്ട് ഇതിന് 2 ഓപ്ഷൻസ് കൊടുത്തത്. ഒന്ന് നോർമൽ ഡ്രില്ലും ഒന്ന് ഹാമർ ഡ്രില്ലും. അപ്പോൾ ഹാമർ ഡ്രില്ലിൽ ഇട്ടിട്ട് നമുക്ക് വാളൊക്കെ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കുത്തി, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് നോർമൽ ഡ്രില്ലിന് ഓപ്ഷനിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഫോർവേഡ് പ്രസ് ചെയ്ത് ഇപ്പോൾ ഫോർവേഡ് ഡ്രില്ല്. ഇനിയുള്ളത് ഹാമറിങ് ഓപ്ഷൻ. ഹാമറിങ് ഓപ്ഷനിലാണ് നമുക്ക് വാളിൽ ഒക്കെ ഡ്രില്ല് ചെയ്യുന്നത്. നമ്മൾ ഹാമറിങ് ഓപ്ഷനിലിട്ട്, അപ്പോൾ നമ്മൾ ഹാമറിൻ്റെ ഓപ്ഷനോട് ഇട്ടിട്ട് ടക്ക് ടക്ക് സൗണ്ട്, എന്നിട്ട് വന്നത് ഡ്രില്ല് ചെയ്യുക. റിവേഴ്സിനാണെങ്കിൽ അൺസ്ക്രൂ ചെയ്യാൻ അൺസ്ക്രൂവിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഫോർവേഡ് ഉണ്ട്, ഫോർവേഡ്. അപ്പോൾ ഈ പർപ്പസിനൊക്കെ നമുക്ക് ഈ ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഒരു ഡ്രില്ലിംഗ് മെഷീൻ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒത്തിരി എഫക്റ്റ് കൊടുത്ത് നിങ്ങളുടെ ബോഡി വെയിറ്റ് ഒന്നും കൊടുത്ത് ഡ്രില്ല് ചെയ്യേണ്ട. ജസ്റ്റ് നോർമലി തള്ളുക, ജസ്റ്റ് നോർമൽ ഒരു ഹാൻഡ് പുഷിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓവർലോഡ് കൊടുത്ത് തള്ളുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഫീൽഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. ഓവർലോഡ് കയറിയിട്ട് ഫീൽഡ് കട്ടാവും. അപ്പോൾ അത് വരാതിരിക്കുക നമ്മൾ നോർമലി ഡ്രില്ല് ചെയ്യുക, നോർമൽ എഫക്റ്റിൽ ഡ്രില്ല് കൊടുക്കുക. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഡ്രില്ല് നമുക്ക് കാണിക്കാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റോട്ടറി ഹാമർ എന്നായിരിക്കും. ഇതിൽ റോട്ടറി ഹാമർ നോർമലി വരുന്നതെല്ലാം 2 kg ഹാമർ കാറ്റഗറിയാണ്. 2 കിലോ വരും മെഷീൻ്റെ വെയിറ്റ്. അതുപോലെ തന്നെ ജൂൾ വന്നിട്ട് 2 ജൂള് ഇതും കാണും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം, ഇതിൽ നിങ്ങൾ നോക്കിയാൽ 1, 2, 3 3 ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. 3 ഓപ്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നോർമൽ ഡ്രിൽ ഓപ്ഷൻ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹാമറിങ് ഓപ്ഷൻ നമ്മുടെ നോർമൽ വാളിലല്ല, വാളിലും ചെയ്യാം, നമ്മുടെ സീലിങ്ങിൽ. അതാണ് യഥാർത്ഥത്തിൽ കോൺക്രീറ്റ് ഏറ്റവും ഹെവി ഇത് വരുന്ന കോൺക്രീറ്റ് ഡ്രിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിപ്പിംഗ് ഓപ്ഷൻ, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഗ്രൂ പോലെയൊക്കെ ചിപ്പ് ചെയ്തെടുക്കണമെങ്കിലും ഈ മെഷീനിൽ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ 3 ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. നോർമൽ ചിലതിൽ 2 ഓപ്ഷൻ, എന്നാൽ പോലും ഇതിൻ്റെ ഹെവി യൂസേജ് കുറച്ച് ഹെവി വർക്കേഴ്സിന് നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് യൂസ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചക്കും കൂടെ പിടിപ്പിക്കാൻ മാർക്കറ്റിൽ കിട്ടും.
അപ്പോൾ ഇതുപോലെ തന്നെ ഇതിലും ചക്ക് പിടിപ്പിക്കാം. നോർമലി ഇതിൽ യൂസ് ചെയ്യുന്ന ഡ്രില്ലും ബിറ്റ് നമ്മുടെ ഇതിലൊന്നും യൂസ് ചെയ്യുന്ന പോലത്തെ ഡ്രിൽ ബിറ്റ് ആയിരിക്കില്ല ഇതിലൂടെ കിട്ടുന്നത്, നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്നത് ലോക്ക് ടൈപ്പ് ബിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ. ഇതിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിന്റെ സൗണ്ട് വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതിന്റെ നോർമൽ ഡ്രിൽ ഓപ്ഷനിലാണ് ഇടുന്നത്. ഇത് നോർമൽ ഡ്രില്ല്. നിങ്ങൾ മെറ്റലിലോ വുഡിലൊക്കെ ഡ്രിൽ ചെയ്യാൻ നേരത്തെ ഇത് യൂസ്. അപ്പോൾ ഇവിടെ ചക്ക് കൂടെ പിടിപ്പിക്കണം. അതുപോലത്തെ ഒരു ചക്ക് നിങ്ങൾക്ക് മേടിച്ചാൽ പിടിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് വരുന്നത് ഹാമർ ഡ്രില്ല്. ഇതിന്റെ ഹാമർ ഡ്രില്ലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷൻ കുറവായിരിക്കും, പക്ഷേ ഓരോ ഹിറ്റാണ് കൊടുക്കുന്നത്. ഒരു ഹിറ്റ് കൊടുത്ത് കറക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ ഇതുപോലത്തെ സീലിങ്ങിൽ, മെയിൻ സീലിങ്ങിലൊക്കെ ഇതുപോലത്തെ മെഷീൻസ് വെച്ച് നിങ്ങൾ ഡ്രിൽ ചെയ്താലേ പെട്ടെന്ന് കയറിപ്പോകും. മറ്റേതിലൊക്കെ പറ്റി നമുക്ക് ചെയ്യാം, പക്ഷേ ഒത്തിരി ടൈം എടുക്കും, മെഷീനിന് ഡാമേജ് കൂട്ടുകയും ചെയ്യും. ഇതാകുമ്പം കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ രണ്ട് ഓർക്കേണ്ട, ഇത് GBH 220 ആണ്. അപ്പോൾ 22 mm വരെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമൽ 20 mm വരെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് വരുന്നത് ചിപ്പിംഗ് ഓപ്ഷൻ. ചിപ്പിംഗ് ഓപ്ഷനിലാണ് നമുക്ക് ഇതുപോലത്തെ ഗ്രൂസ്, നിങ്ങൾ ഈ കാണുന്ന ഗ്രൂസ് ഒക്കെ നമ്മൾ ഇതുപോലത്തെ ചിപ്പിംഗ് ബിറ്റ് ഇട്ടിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറങ്ങില്ല, എന്താ കറക്കമൊന്നുമില്ല, വെറുതെ ഹിറ്റ് കൊടുക്കത്ത് മാത്രമേ ഉള്ളൂ. ബിറ്റിട്ട് കഴിയുമ്പോൾ വെറുതെ ഹിറ്റ് കൊടുക്കും. അങ്ങനത്തെ 3 ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ സ്റ്റോറിൽ വന്ന് എന്നോട് ഇതിനെക്കുറിച്ച് ഡൗട്ടുകൾ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാം. എൻ്റെ ഫോൺ നമ്പർ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. താങ്ക് യു.